27ഓളം കപ്പലുകളും കുറേയേറെ ആളുകളെയും നഷ്ടപ്പെടുത്തിയ രണ്ടാം ദൗത്യത്തിൽ ഗബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മലബാറിൽ എത്തിച്ചേർന്നു. കണ്ണൂരിൻ്റെ തീരപ്രദേശം പിന്നിട്ട് കോഴിക്കോട് സാമൂതിരി നാടിനെയാണ് പ്രധാനമായും അവർ ലക്ഷ്യമിട്ടത്. ഈ ഘട്ടത്തിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവിൻ്റെ മനോഭാവം പോർച്ചുഗീസുകാർക്ക് വളരെ അനുകൂലമായിരുന്നു. ഗബ്രാളിൻ്റെ സഹായി ഹൈറിഷ് കൊറിയ സാമൂതിരിയുമായി ഒരു ധാരണയുണ്ടാക്കി. അതിനെ തുടർന്ന് കോഴിക്കോട് ദേശത്തിൻ്റെ കണ്ണായ ഭാഗത്ത് ഒരു പാണ്ഡികശാല തുറക്കാൻ പുതുതായി സ്ഥാനമേറ്റെടുത്ത സാമൂതിരി പോർച്ചുഗീസുകാർക്ക് അനുവാദം നൽകി. AD 1500 സെപ്റ്റംബർ 13 കോഴിക്കോട് പോർച്ചുഗീസുകാരുടെ പാണ്ഡികശാല ഉയർന്നു. അവിടെ പോർച്ചുഗീസുകാർ അവരുടെ കുറേ സൈനികരെ വിന്യസിച്ചു. ഇതോടെ തൻ്റെ പ്രധാന ദൗത്യം പൂർത്തിയാക്കിയ ഗബ്രാൾ ഉടനെ കൊച്ചിയിലേക്ക് തിരിച്ചു. പക്ഷേ അവിടെയുള്ള അറബി വംശജരായ കച്ചവടക്കാർ പറങ്കികളുമായി നേരിട്ട് കച്ചവടം നടത്താൻ തയ്യാറായിരുന്നില്ല. കോഴിക്കോട് മേഖലയിലെ അറബി വ്യാപാരികളുടെ എതിർപ്പിനെ വകവെക്കാതെ കോയപ്പക്കി എന്ന കോഴിക്കോട്ടുകാരനായ ഒരു മുസ്ലിം വ്യാപാരി പറങ്കികളുടെ സഹായത്തിനായി അവതരിച്ചു. അറബികളുമായി നല്ല നിലയിൽ കച്ചവടം നടത്താൻ കോയപ്പക്കി സഹായിച്ചിട്ടും പറങ്കികൾ അവരുടെ പാണ്ഡികശാല ആയുധപ്പുരയാക്കി മാറ്റി.